നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, പക്ഷെ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. തൻ്റെ ലക്ഷ്യം നിറവേറ്റണമെന്ന് ആഗ്രഹമുള്ളയാൾ എത്ര മോശം സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്രയധികം പുറമെ പ്രകടിപ്പിക്കുന്നുവോ അത്രയധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ക്ഷമിക്കുന്നവരെ ഒരിക്കലും ഭീരുക്കളായി കണക്കാക്കരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നിങ്ങളെല്ലാം പ്രതിസന്ധികളോട് പോരാടുക, ധൈര്യമായിരിക്കുക. ഒരു ദിവസം നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ശക്തിയുടെ ഉറവിടമായി മാറും. നിങ്ങളത് നേടുക തന്നെ ചെയ്യും. പക വീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടല്ല, സ്വയം ഉയർത്തെഴുന്നേറ്റുകൊണ്ടാകണം. കാലം കൊടുക്കുന്ന മറുപടിയേക്കാൾ വലുതാകില്ല ഒരു പകരം വീട്ടലും. സ്വയം രൂപാന്തരപ്പെടാനുള്ള മനസ്സാന്നിധ്യം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ആർജവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. ഒരു വ്യക്തിയുടെ രൂപത്തേക്കാൾ ആകർഷകമാകുന്നത് അവരുടെ സ്നേഹം, സത്യസന്ധത, ദയ, വിശ്വസ്തത എന്നിവയാണ്. സ്നേഹം എന്നാൽ മനസ്സിലാക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. മറ്റൊരാളുടെ സങ്കടവും സാഹചര്യവും മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല. ആരും നിങ്ങളുടെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല. ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല. പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരാശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കണം, പെരുമാറണം എന്നൊന്നും പറയാൻ നാം ആരുമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ചിന്തകളോടും പെരുമാറ്റങ്ങളോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നമുക്ക് കഴിയുന്നുവോ അതായിരിക്കും നമ്മൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. സ്വയം സ്നേഹിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം മറ്റൊരാൾക്ക് പകർന്നു നൽകണമെങ്കിൽ ഏറ്റവും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതുണ്ട്. പുറകോട്ട് നോക്കി സങ്കടപ്പെടരുത്. കാരണം നമുക്ക് സഞ്ചരിക്കാനുള്ളത് മുന്നോട്ടാണ്. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയത്തിൽ മനസ്സ് മടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത്. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങളാരെയും വില കുറച്ച് കാണരുത്. അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളേക്കാൾ എത്രയോ വലുതാണ് സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ. ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന സമയം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്.